ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മസാല ബോണ്ടയാണ്, അച്ഛൻ്റെ സ്പെഷ്യൽ. അപ്പോൾ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ഉഷാർ മസാല ബോണ്ട നമുക്ക് ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായപ്പോൾ നമ്മളിത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് 1 സ്പൂൺ കടുകിടാം. കടുകിട്ട് നന്നായി പൊട്ടുമ്പോൾ 1 സ്പൂൺ നമ്മൾ ഉഴുന്നും കൂടി ഇടാം. ഉഴുന്ന് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ആ സമയത്ത് ഞാൻ അപ്പുറത്ത് വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, നമ്മുടെ വറ്റൽമുളകില്ലേ അത് ചതക്കുകയാണ്. അപ്പോഴേക്കിത് പൊട്ടട്ടെ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലിട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ആ ചതച്ചത് നമ്മളിതിലേക്ക് അങ്ങ് ഇടാം. എന്നിട്ട് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം, ഇഞ്ചി, വെളുത്തുള്ളിയും മുളകൊക്കെ. ആ സമയത്ത് സവോള അരിഞ്ഞതും പിന്നെ ഒരു 2 വലിയ പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് അതിനകത്ത് അങ്ങ് ചേർക്കാം. എന്നിട്ട് ഇതൊന്നും ബ്രൗൺ കളർ ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടട്ടെ. സമയത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കട്ടെ. അതപ്പോൾ ചെറുതായി ഒന്ന് വാടുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുക കേട്ടോ. ഉപ്പിടുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല, ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവണമെന്നൊരു സമയമുള്ളൂടെ നമുക്ക്, അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ ഇതിൽ. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഗരം മസാല, 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, മസാലയുടെ മണം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോഴേക്കും ഞാൻ അവിടെ ഒരു 4 വലിയ പൊട്ടറ്റോ എടുത്ത് വേവിച്ച് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് അങ്ങ് ഇടാം. അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലേ മസാല ബോണ്ടയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കണം ഇനി. അപ്പോൾ കടലമാവും മൈദപ്പൊടിയും പകുതി എടുക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത്. കടലമാവ് എത്രയാണോ അതിന് കറക്റ്റ് പകുതി മൈദ എടുക്കാം. എന്നിട്ട് നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് നമ്മൾ കുറച്ച് കായം എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കായത്തിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, എന്നിട്ട് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഈ കായപ്പൊടി ചേർക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ഇത് കായം വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സാധാരണ പച്ച വെള്ളത്തിൽ ഇത് നന്നായിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ? അപ്പോഴേക്കും ഞങ്ങൾ ചട്ടിയിൽ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചു. അപ്പോഴേക്കും അച്ഛതേ ബോളുകളാക്കി വെച്ചു. ബാറ്ററും റെഡി. ഇനി നമുക്ക് ഉണ്ടാക്കുക വേണ്ടു, എളുപ്പമായി. അതിൽ നന്നായിട്ട് കവർ ചെയ്യുക കേട്ടോ. കുറച്ച് കട്ടിക്ക് ഇരുന്നോട്ടെ, അതാണ് ഒരു ടേസ്റ്റ്. എന്നിട്ട് അത് നമ്മളെടുത്തിട്ട് അങ്ങനെ നല്ല തിളച്ച എണ്ണയിലിടുക. ഇപ്പോൾ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാട്ടോ ചെയ്യാനായിട്ട്, പെട്ടെന്ന് പണി കഴിയും. ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ അച്ഛൻ്റെ ചൂട് സ്പെഷ്യൽ മസാല ബോണ്ട റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈഡ് ഡിഷായിട്ട് പെട്ടെന്ന് സവോളയൊക്കെ വെച്ചൊരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കി. രണ്ടും കൂടി നല്ല കോമ്പിനേഷനായ ഒരു ചായ കൂടി കിട്ടിക്കഴിഞ്ഞ് ഉഷാറായി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഇനി കാണാം. ബൈ ബൈ.